ഇന്ന് ഞാനൊരു ചക്ക വേവിച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് അതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. കുറച്ച് തേങ്ങ, മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ജീരകം, നല്ല ജീരകമാണ്, കറിവേപ്പില, 1 സ്പൂൺ കുരുമുളക്, വെളുത്തുള്ളി, കുറച്ച് പച്ചമുളകും കാന്താരിയും കൂടെയാണ്. ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ആദ്യം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക ഇട്ട് കൊടുക്കാം. ചക്കയിൽ നമുക്ക് ചക്കക്കുരു വേണേൽ അരിഞ്ഞ് ചേർക്കാം കേട്ടോ. ഇത് ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ട്. അധികം ചേർക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചക്കയെല്ലാം ചേർത്ത് വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് അരപ്പും കൂടെ ഇട്ട് കൊടുക്കാം. തേങ്ങയും ജീരകവും പച്ചമുളക്, കുരുമുളക്, കറിവേപ്പില, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ചേർത്താണ് അരപ്പ്. ഇനി പാകത്തിനുള്ള ഉപ്പ്, കുറച്ച് വെള്ളം. ചക്കയ്ക്ക് അധികം വേവില്ലാത്തതാണ്, അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. നമുക്ക് അടുപ്പ് കത്തിച്ച് കൊടുക്കാം. ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഞാനിങ്ങനെയാണ് ചക്ക വേവിക്കുന്നത്. ചക്കയും അരപ്പും എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചിട്ടാണ് ചക്ക വേവിക്കുന്നത്. ചക്ക വേവിച്ചതെന്നോ ചക്കപ്പുഴുക്കെന്നോ എന്ത് വേണേലും പറയാം. നമുക്കിതിൻ്റെ അടപ്പൊന്ന് തുറന്ന് നോക്കാം. ചക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചതാണ് കുറച്ച് ചക്ക. നമ്മുടെ കുരുമുളകിൻ്റെ മണമൊക്കെ വരുന്നുണ്ട്. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ഇട്ടൊന്ന് ഇളക്കിയെടുക്കുക. കടുക് പൊട്ടിക്കണമെങ്കിൽ പൊട്ടിക്കാൻ കേട്ടോ, പക്ഷെ ഞാൻ കടുക് പൊട്ടിക്കുന്നില്ല. ഉപ്പുണ്ടോ നോക്കാം. ഉപ്പൊക്കെ പാകത്തിനുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കും. നമ്മുടെ ചക്കപ്പുഴുക്ക് അല്ലെങ്കിൽ ചക്ക വേവിച്ചത് റെഡിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ചക്ക വേവിച്ചതും കപ്പയൊക്കെ. ഇത് നല്ല മീൻകറിയുടെ കൂടെ കഴിക്കണമെന്ന്. ഉച്ചയ്ക്കൊന്ന് അയല കറി വയ്ക്കുന്നുണ്ട്. അപ്പോൾ അയലക്കറിയും ചക്ക വേവിച്ചതും കൂടെയാണ് കഴിക്കാൻ പോകുന്നത്. ഇത് വൈകുന്നേരം ചായക്ക് കടിയായിട്ട് കൊടുക്കാം കേട്ടോ.